എൻ്റെ പേര് അരുൺ മാത്യു. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഈ വീഡിയോയിൽ സാധാരണ പുതിയ ഇൻവെസ്റ്റേഴ്സിന് പറ്റാറുള്ള ഇൻവെസ്റ്റിംഗ് മിസ്റ്റേക്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പുതിയൊരു ഇൻവെസ്റ്റർക്ക് ഇൻവെസ്റ്റിംഗ് തുടങ്ങുന്ന നേരത്ത് കണ്ടമാനം മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഈ മിസ്റ്റേക്സ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യമാണ് ചെയ്യാൻ പറ്റുന്നത്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് ഇനി വരാതെ നോക്കാം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റിയ ഈ മിസ്റ്റേക്ക് നമ്മൾ വേറെ ആളുമായി ഷെയർ ചെയ്യും. നമ്മുടെ മിസ്റ്റേക്ക് നമ്മൾ വേറെ ആളുമായി ഷെയർ ചെയ്യുമ്പോൾ അവരുടെ ഇൻവെസ്റ്റിംഗ് ജേർണിയിൽ അത് അവർക്ക് വളരെയധികം ഉപകാരപ്പെടും. സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യം നമുക്ക് ബേസിക് ഇൻവെസ്റ്റ്മെന്റ് മിസ്റ്റേക്കുമായി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ബിഗിനർ മിസ്റ്റേക്ക് ഞാൻ കണ്ടുവരുന്നത് ടൂ മച്ച് ഓഫ് സേവിങ്സ് ആണ്. അതായത് ഒരാളുടെ ലൈഫ് സേവിങ്സ് മൊത്തം ഒരു ബാങ്ക് അക്കൗണ്ടിൽ സേവ് ചെയ്യുന്നു. സേവിങ്സ് നല്ലതാണ്. പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് സേവിങ്സിൽ കാണുന്നത് നമുക്കൊരു സന്തോഷം വരുത്തുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാ വർഷവും ഡോളറിന്റെ വാല്യൂ 2% ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ വർഷത്തെ $100 അടുത്ത വർഷത്തെ $98 സോ ഈ വർഷത്തെ $100 വാല്യൂ ഒന്നും കളയാതെ സെയിം ആയിട്ട് നിൽക്കണമെങ്കിൽ അത് അടുത്ത വർഷം $102 ആവും. 1913 $100 2020 $2634 ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഡോളറിന്റെ വാല്യൂ എത്ര പെട്ടെന്നാണ് കുറയണതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ നിങ്ങളുടെ സേവിങ്സിന്റെ വാല്യൂ കുറയാതിരിക്കാൻ നിങ്ങൾക്ക് ആകെയുള്ള ഒരു ഓപ്ഷൻ ഇൻവെസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനെ എവിടെ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫണ്ട്സ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ മാത്രം സേവ് ചെയ്യരുത്. നിങ്ങളൊരു 25 വർഷം ജോലി ചെയ്തു. ആ 25 വർഷം നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും നിങ്ങളുടെ സേവിങ്സ് മൊത്തം നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ സേവ് ചെയ്യുകയാണെങ്കിൽ എല്ലാ വർഷം 2% വെച്ച് ആ സേവിങ്സിന്റെ വാല്യൂ കുറയുവാണെങ്കിൽ 25 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ സേവ് ചെയ്ത ടോട്ടൽ എമൗണ്ടിന്റെ പകുതി വാല്യൂ ഓൾറെഡി പോയി കഴിഞ്ഞു. സോ അടുത്തൊരു ബിഗിനർ ഇൻവെസ്റ്റ്മെന്റ് മിസ്റ്റേക്ക് ഞാൻ കണ്ടുവരുന്നത് എമർജൻസി ഫണ്ട് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയാൽ നമുക്ക് കൂടുതൽ എമൗണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ വരും. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ എമർജൻസി ഫണ്ട് എടുത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഒരു $20,000 അല്ലെങ്കിൽ $30,000 സേവിങ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ശകലം ക്യാപിറ്റൽ ഗെയിൻസ് കിട്ടി. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള എൻറ്റയർ സേവിങ്സ് എടുത്ത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. പിന്നീട് മാർക്കറ്റ് ക്രാഷ് ആയി. ഈ മാർക്കറ്റ് ക്രാഷ് ആയി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഫണ്ട് അവിടെ ബ്ലോക്ക് ആയി. പിന്നീട് ഈ ഫണ്ട് നഷ്ടം കൂടാതെ നിങ്ങൾക്ക് തിരിച്ചെടുക്കണമെങ്കിൽ മാർക്കറ്റ് കയറി വന്നു. ആ മാർക്കറ്റ് കയറി വന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. 2000-ലെ .com ബബിൾ കയറി വരാനായിട്ട് 8 വർഷം എടുത്തു. 2008-ലെ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് കയറി വരാൻ 6 വർഷം എടുത്തു. സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്ത് കഴിഞ്ഞ് എപ്പോൾ കയറി വരുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സാമ്പത്തിക അത്യാവശ്യം വന്നു, അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് ശകലം പൈസ അയക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിക്ക് ശകലം റിപ്പയർസ് വന്നു. സോ നിങ്ങൾക്ക് ഈ പെട്ടെന്ന് ഈ പൈസ ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് നഷ്ടത്തിൽ വിൽക്കേണ്ടി വരും. സോ അത് കാരണമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ എമർജൻസി ഫണ്ട് എടുത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. അത് ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. സോ അടുത്തൊരു ഇൻവെസ്റ്റിംഗ് മിസ്റ്റേക്ക് ഞാൻ കണ്ടുവരുന്നത് നിങ്ങളുടെ ടാക്സ് ഷെൽട്ടേഡ് അക്കൗണ്ട്സ് നിങ്ങൾ ഉപയോഗിക്കാത്തതാണ്. നിങ്ങൾക്ക് ഈ ടാക്സ് ഷെൽട്ടേഡ് അക്കൗണ്ട്സിന്റെ ബെനിഫിറ്റ് അറിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ഈ അക്കൗണ്ട് ഉപയോഗിക്കും. എൻ്റെ ഒരു ഫേവറേറ്റ് ടാക്സ് ഷെൽട്ടേഡ് അക്കൗണ്ട് ആണ് ടാക്സ് ഫ്രീ സേവിങ്സ് അക്കൗണ്ട്. ഞാൻ ഈ ടാക്സ് ഫ്രീ സേവിങ്സ് അക്കൗണ്ടിൽ ഒരു $100,000 ഇൻവെസ്റ്റ് ചെയ്തു. പിന്നീട് ഈ $100,000 ഒരു $1 million ആയിട്ട് ഗ്രോ ചെയ്തു. സോ ഈ $1 million ഞാൻ വിഡ്രോ ചെയ്യുമ്പോൾ എനിക്ക് ഇതിന്റെ ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഞാൻ ഇതൊരു ടാക്സബിൾ അക്കൗണ്ടിലാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരുന്നെങ്കിൽ ഈ $1 million 25 to 50% എനിക്ക് ടാക്സ് ആയി കൊടുക്കേണ്ട വന്നേനെ. നിങ്ങളുടെ ടാക്സ് ഷെൽട്ടേഡ് അക്കൗണ്ട്സിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഇൻവെസ്റ്റ്മെന്റ് ആണ് വാങ്ങേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ETF നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. എൻ്റെ ചാനൽ ഫേവറേറ്റ് ETF ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ ലിങ്ക് ഇടാം. നിങ്ങൾക്ക് നിങ്ങളുടെ ടാക്സ് ഷെൽട്ടേഡ് അക്കൗണ്ട്സ് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കായി ഉപയോഗിക്കാം. നിങ്ങൾക്കൊരു വീട് വാങ്ങാൻ ഉപയോഗിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ കൊച്ചുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഈ ടാക്സ് ഷെൽട്ടേഡ് അക്കൗണ്ട്സ് ഉപയോഗിക്കാം, റിട്ടയർമെന്റിനായിട്ട് നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ടാക്സ് ഷെൽട്ടേഡ് അക്കൗണ്ട് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ 2 ലിങ്ക് ഇടാം. എൻ്റെ ഫേവറേറ്റ് ക്വസ്റ്റ് ട്രേഡ് ആണ്. സോ അടുത്തൊരു ഇൻവെസ്റ്റ്മെന്റ് മിസ്റ്റേക്ക് ഞാൻ കണ്ടുവരുന്നത് ചേസിങ് ദ ഹോട്ട് സ്റ്റോക്സ് ആണ്. അതായത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ടിക്ടോക്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ കഴിയും ഹോട്ട് സ്റ്റോക്സ് ടു ഇൻവെസ്റ്റ് ഇൻ, അല്ലെങ്കിൽ 3 stocks that might make you a millionaire. നിങ്ങൾ ഒരിക്കലും ഈ വീഡിയോസ് കണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന പല സ്റ്റോക്സും ഹോട്ട് സ്റ്റോക്സ് ആണ്. അതായത് ഒരു സ്റ്റോക്ക് ഒരു ഇനീഷ്യൽ ജമ്പ് നടത്തുമ്പോൾ അതൊരു ഹോട്ട് സ്റ്റോക്ക് ആവും. ചിലപ്പോൾ ആ സ്റ്റോക്ക് $10 ആ $10 സ്റ്റോക്ക് ചിലപ്പോൾ $20 ആവും, അല്ലെങ്കിൽ $1 സ്റ്റോക്ക് $7 ജമ്പ് ചെയ്യുമ്പോൾ അതൊരു ഹോട്ട് സ്റ്റോക്ക് ആവും. സോ മിക്ക സമയത്തും ഈ ഹോട്ട് സ്റ്റോക്ക് ഈ ഇനീഷ്യൽ ജമ്പ് നടത്തി കഴിഞ്ഞിട്ട് ഈ ഇനീഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്ക് വിൽക്കും. അതായത് ഈ സ്റ്റോക്ക് ജമ്പ് നടത്തുന്നതിന് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തവർ ഈ സ്റ്റോക്കിന്റെ ഇനീഷ്യൽ ജമ്പ് കഴിഞ്ഞ് ഇവർ ഈ സ്റ്റോക്ക് സെല് ചെയ്യും. അപ്പൊ അവർ ഈ സ്റ്റോക്ക് സെല് ചെയ്യുമ്പോൾ ഈ സ്റ്റോക്കിന്റെ ഡിമാൻഡ് കുറയും. സോ മിക്ക സമയത്തും ഈ സ്റ്റോക്ക് ഡ്രോപ്പ് ആവും. സോ ഈ ജമ്പ് കണ്ട് ഇൻവെസ്റ്റ് ചെയ്തവരുടെ പൈസ മിക്ക സമയത്തും പോകാനാണ് ചാൻസ് കൂടുതൽ. സോ നിങ്ങളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ ബിസിനസ് എന്താണെന്ന് പഠിക്കണം, ആ കമ്പനിയുടെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് എന്താണെന്ന് നിങ്ങൾ പഠിക്കണം, ആ കമ്പനിയിലുള്ള ക്യാഷ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയണം, ആ കമ്പനിയുടെ ടോട്ടൽ ഡെറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയണം, ആ കമ്പനിയുടെ കറന്റ് റേഷ്യോ എത്രയാണെന്ന് അറിയണം, ആ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയണം. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ETF നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഒരു ETF ചിലപ്പോൾ 500 അല്ലെങ്കിൽ 1000 കമ്പനീസ് ഉണ്ടാവും. ഈ 1000 കമ്പനീസ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ
ETF എല്ലാ 2 ആഴ്ചയും ഒരു സെയിം എമൗണ്ട് വെച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പോകാം. ഒരു സ്റ്റോക്ക് നിങ്ങൾ വാങ്ങുമ്പോൾ ആ സ്റ്റോക്കിൽ ഹ്യൂജ് അപ്സൈഡും ഹ്യൂജ് ഡൗൺ സൈഡും ആണ് ഉള്ളത്. നിങ്ങൾ ഒരിക്കലും ഒരു സ്റ്റോക്കിൻ്റെ ഹ്യൂജ് അപ്സൈഡ് കണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡൗൺ സൈഡും കൂടെ നിങ്ങൾ കാണണം. നിങ്ങൾ ഈ ഹോട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റിംഗ് അല്ല ചെയ്യുന്നത്, നിങ്ങൾ ഗ്യാംബ്ലിംഗ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗ്യാംബിൾ ചെയ്യാം, ഗ്യാംബിൾ ചെയ്യുന്നതിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങൾ ഗ്യാംബിൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം സൂക്ഷിക്കണം, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ എൻറ്റയർ പോർട്ട്ഫോളിയോ വെച്ച് ഗ്യാംബിൾ ചെയ്യരുത്. എൻ്റെ ഒരു റെക്കമെൻഡേഷൻ അനുസരിച്ച് നിങ്ങളൊരു 5% അല്ലെങ്കിൽ ബിലോ 5% ആണ് നിങ്ങൾ ഗ്യാംബിൾ ചെയ്യുള്ളൂ. അതായത് നിങ്ങളുടെ ടോട്ടൽ പോർട്ട്ഫോളിയോ ഒരു $100 ആണെങ്കിൽ അതിലൊരു $5 മാത്രമേ നിങ്ങൾ ഗ്യാംബിളിംഗിൽ ഉപയോഗിക്കാവുള്ളൂ. ബാക്കി $95 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. സോ അടുത്തൊരു ഇൻവെസ്റ്റ്മെന്റ് മിസ്റ്റേക്ക് ഞാൻ കണ്ടുവരുന്നത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള എമൗണ്ട് നിങ്ങൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തതാണ്. നിങ്ങൾ പല കാര്യങ്ങൾക്കായി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. ചിലപ്പോൾ നിങ്ങളുടെ കൊച്ചുങ്ങളുടെ വിദ്യാഭ്യാസത്തിനായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്കൊരു വീട് വാങ്ങാനായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ റിട്ടയർമെന്റിനായിരിക്കും. സോ നമുക്കൊരു റിയൽ ടൈം എക്സാമ്പിൾ എടുക്കാം. സോ എനിക്ക് അടുത്ത 15 വർഷത്തിനുള്ളിൽ റിട്ടയർ ആവണം. എനിക്ക് ഈ 15 വർഷത്തിനുള്ളിൽ റിട്ടയർ ആകുമ്പോൾ എനിക്ക് എല്ലാ വർഷവും $50,000 എൻ്റെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് എനിക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കണം. സോ ഈ 15 വർഷം കഴിഞ്ഞ് $50,000 ഇൻഫ്ലേഷൻ ഫാക്ടർ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ 15 വർഷം കഴിഞ്ഞ് ഈ $50,000 $67,000 ആണ്. സോ എൻ്റെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് എനിക്ക് $67,000 എനിക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കണം. സോ എല്ലാ വർഷവും എൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ വാല്യൂ കുറയാതെ $68,000 എനിക്ക് 4% റൂൾ ഉപയോഗിച്ച് വിഡ്രോ ചെയ്യാൻ സാധിക്കും. ഈ 4% റൂൾ വളരെ സിമ്പിളാണ്. അതായത് ആവറേജ് സ്റ്റോക്ക് മാർക്കറ്റ് പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ 7 to 11% ആണ്. റിട്ടേൺ കിട്ടിയ 7% 4% ഞാൻ വിഡ്രോ ചെയ്തു. ബാക്കിയുള്ള 3% ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്തു. സോ ഈ 3% റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ 3%ൽ 2% ഇൻഫ്ലേഷനിലും ബാക്കി 1% എൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ ഗ്രോത്തിലേക്കാണ് പോകുന്നത്. ഈവൻ ദോ 4% ഞാൻ വിഡ്രോ ചെയ്താലും എൻ്റെ പോർട്ട്ഫോളിയോ സ്റ്റിൽ 1% ആയി ഗ്രോ ചെയ്യുന്നുണ്ട്. സോ ഈ 4% റൂൾ വെച്ചിട്ട് എല്ലാ വർഷവും $68,000 എനിക്ക് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ എത്ര ബാലൻസ് വേണമെന്ന് 2 രീതിയിൽ അറിയാം. ആദ്യത്തേന്ന് പറഞ്ഞാൽ ഈ $68,000 ടൈംസ് 25 ചെയ്താൽ നമുക്കത് കിട്ടും. അല്ലെങ്കിൽ $68,000 ഡിവൈഡഡ് ബൈ 4%. $68,000 ടൈംസ് 25 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് $1.7 million ആണ്. അതായത് $1.7 million എൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ ബാലൻസ് ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാ വർഷവും എൻ്റെ പോർട്ട്ഫോളിയോയിൽ നിന്ന് $68,000 വാല്യൂ കുറയാതെ വിഡ്രോ ചെയ്യാം. പക്ഷേ ഈ $1.7 million എന്ന ഫിഗർ ആയിട്ട് നിങ്ങൾ ഞെട്ടണ്ട. സോ സാധാരണ ഒരാൾ റിട്ടയർ ആകുമ്പോൾ അവർക്ക് കാനഡ ഓൾഡ് ഏജ് പെൻഷൻ കിട്ടും, അല്ലെങ്കിൽ CPP കിട്ടും, അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ നിന്നുള്ള പെൻഷൻ കിട്ടും. ഈ ഇൻകം എല്ലാം ഫാക്ടറിങ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം $20,000 മതിയായിരിക്കും, അല്ലെങ്കിൽ $30,000 മതിയായിരിക്കും. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. സോ അവസാനത്തെ ഇൻവെസ്റ്റിംഗ് മിസ്റ്റേക്ക് എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് ടൈമിംഗ് ദ മാർക്കറ്റ് ആണ്. ടൈമിംഗ് ദ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് കുറയുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ കാത്തിരിക്കുന്നതിനാണ് ടൈമിംഗ് ദ മാർക്കറ്റ് എന്ന് പറയുന്നത്. എനിക്ക് ഈ മിസ്റ്റേക്ക് പല തവണ പറ്റിയിട്ടുണ്ട്. 2018 സ്റ്റോക്ക് മാർക്കറ്റ് കറക്ഷൻ നടന്നപ്പോൾ ഞാൻ വിചാരിച്ചു അത് ക്രാഷ് ആണ്. സോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്തു, പക്ഷേ മാർക്കറ്റ് കയറി വന്നു. 2019 ഞാൻ വിചാരിച്ചു ഒരു ക്രാഷ് നടക്കുമെന്ന്, പക്ഷേ ക്രാഷ് നടന്നില്ല. 2020 കോവിഡ് കാരണം മാർക്കറ്റ് ഡൗൺ ആയപ്പോൾ ഞാൻ വിചാരിച്ചു കോവിഡ് തുടങ്ങിയപ്പോൾ തന്നെ മാർക്കറ്റ് ക്രാഷ് ആയി. സോ കോവിഡ് സ്പ്രെഡ് ആകുമ്പോൾ ഇനിയും മാർക്കറ്റ് ക്രാഷ് ആവുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ മാർക്കറ്റ് കയറി വന്നു. 3 പ്രാവശ്യം ഞാൻ മാർക്കറ്റ് ടൈം ചെയ്യാൻ നോക്കിയപ്പോഴും ഞാൻ ഫെയിലായി. പക്ഷേ എൻ്റെ ബെസ്റ്റ് റിട്ടേൺ എനിക്ക് കിട്ടിയത് എൻ്റെ ഡോളർ കോസ്റ്റ് ആവറേജിങ്ങിനാണ്. അതായത് എല്ലാ മാസവും ഞാൻ മാർക്കറ്റിലേക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഈ ഇൻവെസ്റ്റിങ്ങിൽ നിന്ന് എനിക്ക് കിട്ടുന്ന റിട്ടേൺ എല്ലാ മാസവും കൂടി വരുവാണ്. സോ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ എന്നെ പോലെ ഒരിക്കലും മാർക്കറ്റ് ടൈം ചെയ്യാൻ നോക്കരുത്. നിങ്ങൾ നല്ല ഓപ്ഷൻ ഡോളർ കോസ്റ്റ് ആവറേജിങ് ആണ്. അതായത് മാർക്കറ്റ് കൂടിയപ്പോഴും നിങ്ങൾ വാങ്ങും, കുറഞ്ഞപ്പോഴും നിങ്ങൾ വാങ്ങും. സോ ഇങ്ങനെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിലേക്ക് നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്കൊരു ആവറേജ് കോസ്റ്റിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കോമ്പൗണ്ട് ചെയ്ത് ഒരു നല്ലൊരു ഫിഗർ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും. സോ അതോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ കാണാം. പീസ് ഔട്ട്.